കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ സുഖം നീ എന്നിൽ നിന്ന് വിലക്കി, എൻ്റെ സുഖം ഞാൻ മറന്നിരിക്കുന്നു, എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് വിലക്കിയെന്ന്. ഇന്ന് നാം നോക്കുമ്പോൾ ഇന്ന് പലരും സമാധാനമറ്റാണ് നടക്കുന്നത്. ഒന്നി അവരുടെ ആ ഒരു പ്രാർത്ഥന കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും എന്തും കിട്ടാതിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലായിരിക്കാം അവരുടെ ജീവിതം അവർ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, സമാധാനം നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിൽ 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്ന്. അപ്പം എത്ര സമാധാനക്കേടുകൾ നമുക്ക് വന്നാലും, എത്ര തന്നെ നാം സുഖം മറന്നിരുന്നാലും, പക്ഷെ ദൈവത്തിൻ്റെ ദയ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറിപ്പോകാത്ത ഒന്നാണ്. അപ്പം നാം മുടിഞ്ഞു പോയി, അല്ലെങ്കിൽ നാം തകർന്നു പോയി, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും മറന്നിരിക്കുന്നു എന്നൊക്കെ നാം പലപ്പോഴും പുലമ്പിയാലും, ദൈവസന്നിധിയിൽ നാം ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നാം മുടിഞ്ഞു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപയും ദയയും നമുക്കുണ്ടാകുമെന്ന് ആരും മറന്നു കളയേണ്ട. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങുമെന്ന്, ദൈവത്തിൻ്റെ ദയ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞാൻ മുടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി, എൻ്റെ സമാധാനം എന്നെ വിട്ട് നീങ്ങിപ്പോയെന്ന് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ല, എൻ്റെ കൃപ നിനക്കുണ്ട്, അത് അവസാനത്തോളം ഞാൻ നിന്നെ നടത്തുമെന്നുള്ള അങ്ങയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പൈതങ്ങൾ മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.